സോ ഹായ് ഓൾ, വെൽക്കം ടു റേസ് ഏഗൻ. നിങ്ങളുടെ സ്വന്തം AK-ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കാര്യം ചെയ്യണം, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ കൂടി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളിപ്പം എക്സാമൊക്കെ എഴുതി ഇന്ന് വാല്യുവേഷൻ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? അറിഞ്ഞിട്ടുണ്ടായിരിക്കും. വാല്യുവേഷൻ പറ്റി ഒരുപാട് ഇങ്ങനെ സംസാരിക്കേണ്ടത് നമുക്ക് വഴിയെ സംസാരിക്കാം. റിസൾട്ട് വരും ഉറപ്പായിട്ടും അല്ലേ? അടുത്ത മാസം ഫസ്റ്റ് വീക്ക് റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷനാണ്. എന്താ ടെൻഷൻ? എനിക്ക് ഏത് സ്കൂളിൽ കിട്ടും, എങ്ങനെയാണ് കിട്ടുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ശരിയല്ലേ? അതാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് അലോട്ട്മെൻറ്റ് എന്നാൽ എന്താണ്, ഇത് എങ്ങനെയാണ് സംഭവിക്കുക, എപ്പോഴാണ് തുടങ്ങുക എന്നൊക്കെ ഞാൻ പറയാൻ പോവാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം ഇതിനൊരു ഹിസ്റ്ററി പറയാം. പണ്ടൊക്കെ നമ്മൾ ഒരു സ്കൂളിൽ പോയി എങ്ങനെ അഡ്മിഷൻ എടുക്കുക, ഇപ്പോഴെങ്ങനെയാണ്, ആ കമ്പാരിസനാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 10th എക്സാമൊക്കെ എഴുതി റിസൾട്ട് വന്ന് +1 അഡ്മിഷൻ എടുക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ വീട് അതിന് ചുറ്റും ഒരു 5 സ്കൂളിന് വിചാരിക്കും. ഞാൻ ഈ 5 സ്കൂളിലും പോകണം, എന്നിട്ട് 5 സ്കൂളിൽ നിന്നും ഫോം വാങ്ങണം, എന്നിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ഈ 5 സ്കൂളിലും കൊണ്ടു കൊടുക്കുക വേണം. ശരിയല്ലേ? പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ഏകജാലക സംവിധാനം, അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ സിംഗിൾ വിൻഡോ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതൊക്കെ വിശദമായി പറഞ്ഞു തരും. അവിടെ കയറിയതിന് ശേഷം ഒരു ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കും. ആ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക്, അതായത് ഗ്രേഡ്, കൂടാതെ നിങ്ങളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കും. ശേഷം അവിടെ ഒരു പ്രത്യേക ബോക്സ് ഉണ്ടായിരിക്കും. ആ ബോക്സിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത്? നിങ്ങൾക്ക് കേരളക്കരയിലുള്ള ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും എത്ര സ്കൂളുകൾക്ക് വേണമെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നാട് എവിടെയാണോ ആ നാട്ടിലെ സ്കൂൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്കൂളിലേക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു ജില്ലയിലേക്ക് ഒരു ഫോമേ പറ്റുള്ളൂ. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ഏതൊരു സ്കൂളിലേക്കും ഒരു ഫോം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതേ സമയത്ത് നിങ്ങൾക്ക് ട്രിവാൻഡ്രം അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ കണ്ണൂർ വേറെ സ്കൂളിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഫോം അപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഒന്നാമത്തെ കാര്യം ക്ലിയർ ആയി. എന്തിനാണ് എന്ന് മനസ്സിലായല്ലോ? നമ്മൾ ഓരോ സ്കൂളിലും പോയിട്ട് എന്ത് ചെയ്യേണ്ട? ഫോം വാങ്ങി അപ്ലൈ ചെയ്യേണ്ട കാര്യമല്ല. ഒറ്റ സംവിധാനം വഴി നമുക്ക് ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും എത്ര സ്കൂളിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ സാധിക്കും. ഇതാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന സിസ്റ്റം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രേഡും ബോണസ് പോയിന്റുകളും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഈ ഗ്രേഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ ബോണസ് പോയിന്റ് എന്താണെന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ നിങ്ങൾ അറിയിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നു പോരുതേ, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയോട്ടെ. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം പ്രകാരം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് കിട്ടുക, ഒരു അലോട്ട്മെൻറ്റ് വരുമല്ലോ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം സ്കൂളിലേക്ക് എവിടെയാണ് കിട്ടുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് വിശദമായി സംസാരിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരിക്കും, അലോട്ട്മെൻറ്റ് ഡേറ്റ് വന്നോന്ന്. വന്നിട്ടില്ല. റിസൾട്ടിന് ശേഷം, സാധാരണ റിസൾട്ട് പ്രഖ്യാപിച്ച ഡേറ്റിന് ശേഷം ഏകദേശം ഒരു 4-5 ദിവസങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും എന്തുണ്ടാവുക? അലോട്ട്മെൻറ്റ് വേണ്ടിയുള്ള ഫോം നമ്മുടെ സർക്കാർ ക്ഷണിക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ എന്തൊക്കെ നമ്മൾ സംസാരിച്ചു, എന്താന്ന് പറഞ്ഞു, ഇത് എങ്ങനെയെന്ന് പറഞ്ഞു, കൂടാതെ എന്നായിരിക്കും എന്ന് നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ ആണേ? സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇതുപോലെ നിങ്ങളെ പ്രൊസീജിയേഴ്സ്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. കൃത്യമായി അപ്ഡേറ്റ് നിങ്ങൾക്ക് റേസ് തരുന്നതായിരിക്കും. സോ കൂടെ നിൽക്കുക മക്കളെ, നമുക്ക് തകർക്കാം കേട്ടോ. സോ വീണ്ടും കാണാം. ബൈ.